അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ മേമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്. അപ്പൊ എന്റെ മേമയുടെ വീട് ഒരു കുഞ്ഞു കാടിന്റെ ഉള്ളിലാണ് കേട്ടോ. ഓരോ കൊല്ലവും മേമ ഓരോ മരം നടും. ഓരോ എൻവയോൺമെന്റ് ഡേക്ക് ഓരോ മരം നട്ടിട്ടാണ് ഈ കുഞ്ഞു കാട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ മരങ്ങൾ ഏതൊക്കെയാ നോക്കാം. എന്നിട്ട് മരങ്ങള് മഹാഗണികളായിരുന്നു. പക്ഷെ മഹാഗണികൾ വലുതായി വന്നപ്പോ അതിന്റെ ചവറൊക്കെ വീഴുമ്പോ അത്യാവശ്യം ബുദ്ധിമുട്ടായപ്പോ അത് മുറിച്ചു നീക്കേണ്ട ഒരു സാഹചര്യം വന്നു. മരമുല്ല അല്ലെ? ഇത് മരമുല്ല. ഭയങ്കര രസമാണ്. നിറയെ പൂവിരിയും. മരമുല്ലയാണ്. അപ്പൊ നല്ല സീസണിൽ അതിന് പൂ വരാ? അതിന് നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ നല്ലോണം പൂവുണ്ടാവും. അപ്പൊ മഴക്കാലത്തും ഉണ്ടാവും, വേനൽക്കാലത്ത് ഉണ്ടാവും. വേനൽക്കാലത്തൊക്കെ നന്നായി വെള്ളം നിറച്ചാൽ നല്ലോണമായിട്ട് പോകും. നട്ടാണ്. ഞാനിത് പീനട്ട് എന്താന്നൊന്നും അറിയില്ലായിരുന്നു. ഒരു ഓറഞ്ച് കായാണ് അതും ഉണ്ടാവുക. കിളികൾക്കൊക്കെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പീനട്ട് ബട്ടർ ഉണ്ടാക്കുന്ന ഇതിലൊന്നല്ല. സ്വീറ്റ് അമ്പഴാണ്. അപ്പൊ അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ട്. മധുരമുള്ള അല്ല, പുളിയുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ളതൊക്കെ പുളിയാണ്. പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല എന്താണ് മധുരണ്ട്. പക്ഷെ വലിയ മരാവും. ഇതിനെനിക്ക് അത്ര വലിയ മരാവും. ഇതിപ്പോ ഒരു 3 കൊല്ലമായിട്ടുള്ളൂ നട്ടിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്രയായി നിക്കണത്. മൂട്ടിപ്പഴാണ്. മൂട്ടിപ്പഴം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതിന്റെ മൂട്ടിപ്പഴത്തെ പിക്ചറൊക്കെ മരത്തുമ്പോ ഫുള്ള് തടിയുമ്പോ മുഴുവൻ റെഡ് കായ ഉണ്ടാവും. റംബൂട്ടന്റെ ഒക്കെ കളറിൽ ഇരിക്കുന്നുണ്ട്, അതുപോലെ ഇരിക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടിട്ട് ഞാൻ വാങ്ങിയത്. ഇത് ആനകൾക്ക് ഭയങ്കര ഇഷ്ടാന്നാ പറയുന്നത്. ഒരു കാട്ടിൽ പോയിട്ട് ഇതിൽ ഞാൻ ഒരിക്കല് ഇത് വാങ്ങി അവിടെ നിന്ന് ആദിവാസികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങി തിന്നപ്പോഴാണ് ഭയങ്കര പുളിയാന്ന് മനസ്സിലായത്. ഇത് ആണും പെണ്ണും നടണം. അപ്പൊ ഇത് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ഇത് ഒരെണ്ണുണ്ട്, ഇതിന്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണുണ്ട്. ഇലകൾ കുറച്ച് വ്യത്യാസമുണ്ട്. ആണും പെണ്ണും ആയിരിക്കും. വേനൽക്കാലത്ത് ഭയങ്കര സുഖ. ഇത് അൽഫോൺസമാവ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ്. തടിയൊന്നും ഇല്ലല്ലോ. കുറച്ച് 10-15 കൊല്ലം ഇത് നട്ടിട്ട്. പക്ഷെ ഇതുവരെ കായ്ക്കുന്നില്ല. ഇതിന് പിന്നെയാണ് അറിഞ്ഞത് ഇതിന് വളട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കായ്ക്കില്ല എന്ന്. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാൻ പാടില്ല. പൂക്കണ സമയത്ത് കുറെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. വളമൊക്കെ ഇട്ട് ഇടുന്ന സമയത്ത് നന്നായി ഉണ്ടാവാൻ വേണ്ടിട്ട് എല്ലാം ചെയ്യും. പക്ഷെ ഒന്നും ഉണ്ടാവാറില്ല. അടുത്ത പ്രാവശ്യം ഒന്നും ചെയ്യാണ്ട് നോക്കിയോ. സിന്ദൂരാണ് മാവ്. സിന്ദൂരം. ഇത് നല്ല രസമാണ്. മാങ്ങ നല്ല ഒരു റെഡ് ഷെയ്ഡ് വരും. അതുമ്പോ നല്ല ഭംഗി, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ്. ഇപ്പൊ കാച്ചുണ്ടോ? കായ്ക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറെ മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് വളം ചെയ്തപ്പോ അത് നന്നായിട്ട് നോക്കിയതാണ് പ്രശ്നമായത്. മാങ്ങ കുറഞ്ഞു. ഇക്കൊല്ലൊന്നും ഉണ്ടായില്ല, ഒരു 5-6 ഉണ്ടായുള്ളൂ. സപ്പോട്ട ഇത് കുറെ നാളായി നട്ടിട്ട്. ഇത് കുറെ നാളായി. ഇഷ്ടംപോലെ കായ വരുന്നുണ്ടെങ്കിൽ ഇതിൽ സ്ഥിരമായിട്ട് എത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളില് നിറയെ ബൾബ് പോലെ കുറെ കണ്ണുകൾ കാണും. അത് മരപ്പട്ടിയുടെയാണ്. ഞാൻ വെച്ച് കിളിയായിരിക്കും. ഇല്ല, മരപ്പട്ടി അച്ഛൻ അമ്മ ഫാമിലി മൊത്തം ഇത് വരാറുണ്ട്. രാത്രി ആകുമ്പോ ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് മരപ്പട്ടിനെ കാണാൻ എന്റെ മുന്നിൽ ഒരു സാധനം എന്നെ നോക്കി നിൽക്കുന്നത്. ഇതുമലേക്ക് വന്ന ആളാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് എന്തോരം കിട്ടുന്ന കഴിക്കാനുള്ളത് കിട്ടും. അത് മതിയല്ലോ. കിട്ടും. അതാരാ? ഇത് രക്തചന്ദനാണ്. രക്തചന്ദനം സ്ലിം ആണല്ലോ. ഇതും 10-15 കൊല്ലൊക്കെ ആയിട്ടുണ്ട്. രക്തചന്ദനാണ് സംഭവം. അതിന്റെ ഹൈറ്റ് ഉണ്ട്. ഇതും 1 വർഷം തന്നെ നട്ടതാണ്. ഏത് വർഷം? കുറച്ച് വർഷങ്ങളായി. വർഷമൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. വീട് കൊടുത്തിട്ട് എത്ര കൊല്ലേ? അത് കേക്കട്ടെ. 23 കൊല്ലം. 23 കൊല്ലത്തെ മരം ഞാൻ കാണിച്ചു തരണ്ടോ? അതെനിക്ക് ഓർമ്മ. 2 മരങ്ങൾ എനിക്ക് 23 കൊല്ലത്തെ ഓർമ്മയുണ്ട്. അധികമായി ഉണ്ടായ ചക്കകളാണ്. കൊറേ ചക്കയുണ്ട് കേട്ടോ. മേലോട്ട് കാണുന്നില്ല ആക്ച്വലി. ഇതാണ് സ്ട്രോബെറി പേര. കണ്ടിട്ടുണ്ടോ? ഇതാണ് കേട്ടോ അതിന്റെ ഇല. നിറയെ കായ ഉണ്ടായിരുന്നു കഴിഞ്ഞ ചക്ക. കിളികൾ താഴെ ഇട്ടു. ഇതാണ് ഇതിന്റെ കായ ഇത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ റെഡ് കളറാവും. പൊട്ടിച്ചോ? പക്ഷെ ഇതിന് ഭംഗിയില്ലാണ്ടായി. ഇങ്ങനെയല്ലാട്ടത്. നല്ല റെഡ് ആവും. ഞാൻ കഴിച്ചിട്ടുണ്ട്. പുറത്തുള്ളിലും റെഡ് കളറാട്ടോ. അതുകൊണ്ട് അതിന് സ്ട്രോബെറി പേരയ്ക്ക. സ്ട്രോബെറി പേരാന്ന് പേര്. സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഉണ്ട്. ഓക്സിജൻ പ്ലാന്റ് ആണ്. ഇൻഡോർ പ്ലാന്റ് ആണ്. മരോ? ഇത് ഞാൻ
വീട് താമസിച്ച സമയത്ത് ഇവിടെ ഉണ്ടായതാ? 2 ചട്ടിയിൽ ഞാൻ വെച്ചതാണ്. ഓ, ചട്ടിയില് വെച്ചതാണല്ലേ? എന്നിട്ട് ഒരു 2 കൊല്ലം, ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ അതിനെടുത്ത് താഴത്ത് വെച്ചു. അപ്പൊ അത് ഈ പരുവത്തിലായി. ചട്ടിയിൽ വേറെ പറഞ്ഞ ഇരിക്കുന്നുണ്ട്. അത് ചട്ടിയിൽ വെച്ചാൽ ചെറുതായി വളരും. അത് ബോൺസായി ആക്കിയിട്ട് നിർത്തുന്ന, വെട്ടിയൊക്കെ നിർത്താറുള്ളതാണ്. അപ്പൊ താഴേക്ക് വേരൊക്കെ പോയിട്ട് കുറച്ചും കൂടി പൊന്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഒരു 23 കൊല്ലമായ ഒരു മരമാണ്. ഇതിനൊരു ഓക്സിജൻ പ്ലാന്റ് ആണ്. ഇതിങ്ങനെ കാണാൻ ദൂരം കാണാൻ നല്ല ഭംഗിയാണ്, മോൾ ഭാഗം കാണാൻ നല്ല ഭംഗി, നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട്. കമലാസുരയ്യ മരിച്ച കൊല്ലം നട്ട മരാണ്. അപ്പൊ ആളുടെ ഓർമ്മയ്ക്ക് നട്ടതാണ്. നീർമാതളം, ആളുടെ ബുക്കല്ലേ നീർമാതളം, പൂത്തകാലം എന്നുള്ള പുസ്തകം. അപ്പൊ നീർമാതളം അന്ന് നട്ടതാണ്. അയ്യോ, എന്റെ വാഴൊടിഞ്ഞു വീണു. വാഴൊടിഞ്ഞു വീണത് കാണിക്കണം. മുച്ചടോ, കൊലയുള്ള വാഴയായിരുന്നല്ലേ? റോബസ്റ്റ, അത് മറിഞ്ഞു വീണു. മണിക്കൊന്ന, മണിമുല്ലല്ല, മണിക്കൊന്ന. കണിക്കൊന്ന പോലെ മണിക്കൊന്ന. അത് മഞ്ഞ കളറാ, വൈറ്റ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ പൂവുണ്ടാവും. പിന്നെ അത് കൊഴിയുമ്പോ അതിന്റെ ഈ ഭാഗത്ത് റെഡ് പൂവായിട്ട് നിൽക്കും. അപ്പൊ ഒരു മരത്തുമ്പോ റെഡും എന്താണ് മഞ്ഞയുണ്ടായിരിക്കും, മിക്സഡ് ആവും. നല്ല ഭംഗിയിൽ നിൽക്കാറുണ്ട്. ഇപ്പൊ ഒറ്റ പൂവില്ല. ഇതൊക്കെ എപ്പോഴാ പൂക്കണ കാലേതാ? വേനൽക്കാലത്ത് മഴ പെയ്തില്ലേ? നോനിയാ പേര് പോലെയുണ്ടല്ലേ? ഓ, ഇതാണല്ലേ അതിന്റെ കായ. നോനി ഫ്രൂട്ട് എന്നൊക്കെ പറയുമ്പോ ഞാൻ വല്ല കഴിക്കാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചിട്ടാ വാങ്ങിയത്. പക്ഷെ ഇത് ഔഷധ ഗുണാണ്. ഇതെന്തോ നമുക്ക് കെട്ടി വെച്ചിട്ട് അതിന്റെ സിറപ്പൊക്കെ ഉണ്ടാക്കിയ കുടിച്ചാൽ നല്ലതാന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല, കൂടുതൽ ഉപയോഗിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്ന ഇല്ല. അത് യൂസ് ചെയ്യുമ്പോ സൂക്ഷിച്ചു വേണം. കിഡ്നി അടിച്ചു പോകാൻ സാധ്യതയുണ്ടല്ലേ? ഇത് കഴിഞ്ഞ വർഷം നട്ടത് കിളിഞ്ഞാവല്. വളരാൻ കുറെ നാളെടുക്കും? അറിയില്ല, അല്ല എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നട്ട 3 മരമാണ് കഴിഞ്ഞ വർഷം നട്ടത്. അതിൽ ഒരെണ്ണം ഇതാണ് കിളിഞ്ഞാവല്. കൊട്ടിക്ക് എന്തോ സംഭവം, എന്റെ പേരറിയില്ല. മക്കൊട്ടിക്ക യെല്ലോ കായ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് നോക്കിട്ട് വാങ്ങിയതാണ് സംഭവം. കഴിഞ്ഞ വർഷം അത് കഴിക്കാൻ പറ്റുന്നതാ. കഴിച്ചു നോക്കിട്ടാ വാങ്ങി. ടേസ്റ്റ് ഉണ്ടായ? ടേസ്റ്റ് വലിയ കുഴപ്പമില്ല. ഒരു പുളി തന്നെയല്ലായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇത് പേരൊക്കെ കഴിഞ്ഞല്ലോ നട്ടതാ? ഇല്ല, അത് കൊല്ലം ഒരെണ്ണ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാ. ഇത് മലയൻ ആപ്പിൾ എന്നാ പറയാ. നമ്മൾ ആപ്പിൾ ചാമ്പ എന്ന് പറയാ. ആപ്പിൾ ചാമ്പ എനിക്കറിയാം. അതാണ് ഈ ആപ്പ. ഇതാണ് ആപ്പിൾ ചാമ്പ. ഇതിന്റെ പൂ കാണാൻ നല്ല ഭംഗിയാ, കായ നല്ല ടേസ്റ്റാ. പക്ഷെ ഒന്നും കിട്ടാറില്ല. അണ്ണാറക്കണ്ണനൊക്കെ ആദ്യം താഴത്തുനിന്ന് തിന്നും, പിന്നെ മോളിൽ തിന്നുള്ളൂ. അതെല്ലേ? എല്ലാ കാലവും എല്ലാ സീസണും കായ്ക്കുന്നു പറഞ്ഞു. പക്ഷെ ഒരു സീസണും കായില്ല. ഞാൻ നോക്കണെന്നറിയില്ല, ഒരു കായ ഒന്നും ഉണ്ടാവില്ല. ഇത് തായ്ലൻഡ് ചാമ്പയാണ്. ഇതിലും വലുതാവില്ലേ? ഇത്തരൊക്കെ തന്നെയാണ്. ഇതിലും വലുതാവാറുണ്ട്, നിറയെ ഉണ്ടാവും. മരത്തിന് ഭാരമായിട്ടുണ്ടാവും. ഇത് വിയറ്റ്നാം പ്ലാവ് എന്ന് പറഞ്ഞ് വാങ്ങി വെച്ചതാ. പക്ഷെ എല്ലായിടത്തും വേഗം കായ്ച്ചു, എനിക്ക് മാത്രം കായ്ച്ചിട്ടില്ല. ചിലപ്പോ തോന്നി മണ്ണിന്റെ ഒരു ചുള നല്ല റെഡ് കളർ വരുന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ്. പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല. കായ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. ചാമ്പ, നാടൻ ചാമ്പ. 23 വർഷമായ ചാമ്പേ? ഇത് 23 വർഷമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അതിനൊരു വളർച്ചയില്ലല്ലോ. അത് ഇത്ര വളരുള്ളൂ, നാടനല്ലേ. ഇത്ര വളരുള്ളൂ. ഇത് പേരക്ക ചാമ്പയാണ്. ഒരിക്കൽ കുട്ടികളെയും കൊണ്ട് ഇടുക്കിയിൽ പോയപ്പോ അവിടെ കണ്ടിട്ട് അതിന്റെ കുരു കൊണ്ടുവന്ന് നട്ടതാണ്. ഒരു 2019 കൊറോണ കാലത്ത് നട്ടത്. വേറെ ഒന്നും നടാനും പുറത്തിറങ്ങാൻ നിവൃത്തിണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കുരു നട്ട് മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ പറിച്ച് നട്ടു. ചെറിയാണ്, കഴിഞ്ഞ വർഷം നട്ടതാണ്. അപ്പൊ കഴിഞ്ഞ വർഷം 3 മരം നട്ടേല് ഒരു മരം ഇതാണ്. ഈ മരം, ഈ നിൽക്കണ മരം, അത് പ്രൊട്ടക്റ്റഡ് ആണ്. കണ്ടു അതാണ്. അത് സംരക്ഷിക്കുന്ന മരമാണ്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്ന മരമാണത്. അപ്പൊ എല്ലാവരും ഇപ്രാവശ്യത്തെ എൻവയോൺമെന്റിലേക്ക് മരം നടുക. അടുത്ത കൊല്ലെങ്കിലും ഇത്രയും ചൂടില്ലാണ്ടിരിക്കാൻ വേണ്ടി മരമൊക്കെ നടുക. ഒരു കൊല്ലം കൊണ്ട് നടക്കില്ലേ, എന്നാലും പതിയെ നമുക്ക് എന്താണ് എല്ലാ മരങ്ങളും നട്ട് ഭൂമിയെ സംരക്ഷിക്കാം.